ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറ്റലിനെ പറ്റിയിട്ടാണ്. ഈ പറ്റല എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടുചിരട്ട, അതായത് നീ ജോയിന്റിന്റെ ഫ്രണ്ടിലായിട്ട് കാണപ്പെടുന്ന ഒരു ബോണാണ് പറ്റല. ഇതിനെ നമ്മൾ നീ ക്യാപ്പ് എന്ന് പറയും. പിന്നെ ഇതൊരു സെസമോഡ് ബോണാണ്. സെസമോഡ് ബോൺ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ഒരു ബോണാണ് സെസമോഡ് ബോൺ. അതായത് ഇത് നമ്മുടെ മസിൽസിന്റെ ടെൻഡൻ ഉണ്ടല്ലോ, ടെൻഡന്റെ ഉള്ളിൽ നിന്നാണ് പെട്ടെന്ന് ഡെറൈവ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ സെസമോഡ് ബോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആന്റീരിയർ കമ്പാർട്ട്മെന്റിലെ ക്വാഡ്രിക്സ് ഫിമോറിസ് എന്ന് പറഞ്ഞൊരു മസിൽ ഉണ്ട്, അതിന്റെ ടെൻഡന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ബോണാണ് ഇത്. പിന്നെ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ബോണാണ്. ട്രയാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ബേസും ഉണ്ടാവും, അതേപോലെ തന്നെ അപ്പെക്സ് ഉണ്ടാവും. ഇതിന്റെ ബേസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്വേർഡ് ആയിരിക്കും, ദെൻ അപ്പെക്സ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. പിന്നെ ഇതിന്റെ അനാട്ടമിക് പൊസിഷൻ അല്ലെങ്കിൽ സൈഡ് ഡിറ്റർമിനേഷൻ പറയുകയാണെങ്കിൽ ഇത് റൈറ്റ് ലെഫ്റ്റ് ഉണ്ടല്ലോ, ഇതാദ്യം ഇതിന് രണ്ട് സർഫസ് ആണ്, അതായത് ആന്റീരിയർ സർഫസ് ഉണ്ട്, പോസ്റ്റീരിയർ സർഫസ് ഉണ്ട്. ഈ പോസ്റ്റീരിയർ സർഫസിൽ കണ്ടോ ഒരു ആർട്ടിക്കിൾ ഫേസെറ്റ് കാണുന്നുണ്ട്. ആ ഫേസെറ്റ് നമ്മളിപ്പോൾ ഒരു ടേബിളിലേക്ക് വെക്കുക. ആ ഫേസെറ്റ് ഫേസ് ചെയ്തിട്ട് ഒരു ടേബിളിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് അത് ഏത് ഭാഗത്തായിട്ടാണോ എന്താ പറയാ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് അതായിരിക്കും ആ സൈഡിലെ ബോൺ ആയിരിക്കും, മീൻസ് ആ സൈഡിലായിരിക്കും ഈ പറ്റല ഉണ്ടാവുക. അതായത് ഈ പോസ്റ്റീരിയർ സർഫസ് നമ്മൾ ടേബിളിലേക്ക് ജസ്റ്റ് നമ്മൾ ഇതുപോലെ കീപ്പ് ചെയ്ത് വെച്ചാൽ ഏത് സൈഡിലേക്കാണോ ഇത് കറക്റ്റ് ചെരിഞ്ഞു നിൽക്കുന്നത് അതായിരിക്കും അതിന്റെ സൈഡ്. സോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ട്രയാങ്കുലർ ഷേപ്പ്ഡ് ബോൺ ആയതുകൊണ്ട് അപ്പെക്സ് ഉണ്ട്, ബേസ് ഉണ്ട്, ദെൻ രണ്ട് സർഫസസ് ഉണ്ടാവും, ദെൻ രണ്ട് ബോർഡേഴ്സ്. ഫസ്റ്റ് നമുക്ക് അപ്പെക്സിനെ പറ്റി പറയാം. ഇതാണ് ഇതിന്റെ അപ്പെക്സ്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡൗൺവേർഡ് ആയിരിക്കും. ദെൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ലിഗമെന്റ് പറ്റല എന്ന് പറഞ്ഞ ലിഗമെന്റ് ഉണ്ട് നീ ജോയിന്റിന്റെ. അതായത് ഈ ലിഗമെന്റ് പറ്റല എന്ന് പറഞ്ഞാല് അത് നമ്മൾ ക്വാഡ്രിസിസ് ഫിമോറിസിന്റെ അവിടെ നിന്ന് ഒരു ഫൈബ്രസ് ബാൻഡ്, അതാണ് ലിഗമെന്റ് പറ്റല. അത് ഇതിന്റെ അപ്പെക്സിലായിരിക്കും വന്നിട്ട് മീൻസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫ്രം ഇതിന്റെ അപ്പെക്സ് തൊട്ട് നമ്മുടെ ടിബിയൽ ട്യൂബറോസിറ്റി വരെ ആയിരിക്കും അതിന്റെ എക്സ്റ്റൻഷൻ ലിഗമെന്റ് പറ്റലയുടെ. സോ അപ്പെക്സ് ഡയറക്റ്റ് ഡൗൺവേർഡ്, ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ബേസ് പറയുകയാണെങ്കിൽ ബേസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്വേർഡ് ആയിരിക്കുമല്ലോ. അപ്പോ ഈ ബേസിനെ ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആന്റീരിയർ പാർട്ടും ഉണ്ട്, പോസ്റ്റീരിയർ പാർട്ടും ഉണ്ട്. ആന്റീരിയറും ഉണ്ട്, പോസ്റ്റീരിയറും ഉണ്ട്. ഈ ആന്റീരിയറിൽ റെക്ടസ് ഫിമോറിസ് വന്ന്, മീൻസ് റെക്ടസ് ഫിമോറിസ് ഒരു മസിലാണ്, അത് വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പോസ്റ്റീരിയറിൽ വാസ്റ്റസ് ഇന്റർമീഡിയറ്റ്സ് വന്നിട്ടും ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സർഫസ് നോക്കാം. ഇതാണ് ഇതിന്റെ ആന്റീരിയർ സർഫസ്. ഈ ആന്റീരിയർ സർഫസിൽ ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റിഡ്ജസ് കണ്ടോ. അതേപോലെ തന്നെ ഒരുപാട് വാസ്കുലർ ഫൊറാമിനെയും കാണാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനുള്ള റിഡ്ജസ് ഉണ്ട്, വാസ്കുലർ ഫൊറാമിനയും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പോസ്റ്റീരിയർ സർഫസ് പറയുകയാണെങ്കിൽ ഈ പോസ്റ്റീരിയർ സർഫസിൽ രണ്ട് ആർട്ടിക്കുലർ ഫേസറ്റ് കാണാൻ പറ്റും. പിന്നെ താഴെ നോൺ ആർട്ടിക്കുലർ പാർട്ടും കാണാൻ പറ്റും. അപ്പൊ ഈ പോസ്റ്റീരിയർ സർഫസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പർ ലാർജ് ആയിട്ടുള്ള മൊത്തത്തിൽ ആർട്ടിക്കുലർ സർഫസും സ്മോൾ ആയിട്ടുള്ള നോൺ ആർട്ടിക്കുലർ സർഫസും കാണാൻ പറ്റും. ഈ സ്മോൾ ആയിട്ടുള്ള നോൺ ആർട്ടിക്കുലർ ആയിട്ടുള്ള ഈ സർഫസ് രണ്ടായിട്ട് അഗെയിൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്മോൾ ആയിട്ടുള്ള നോൺ ആർട്ടിക്കുലർ സർഫസിന്റെ കാര്യമാണ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പർ പാർട്ട് ലോവർ പാർട്ട്. ലോവർ പാർട്ടിൽ ലിഗമെന്റം പറ്റല തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പർ പാർട്ടിൽ ഇൻഫ്രാ പറ്റലാർ പാഡ് ഓഫ് ഫാറ്റും ആയിരിക്കും കാണുന്നത്. അപ്പൊ പോസ്റ്റീരിയർ സർഫസിലെ നോൺ ആർട്ടിക്കുലർ പാർട്ട് രണ്ടായി ഡിവൈഡ് ചെയ്യും. അപ്പറിൽ ഇൻഫ്രാ പറ്റലാർ പാഡ് ഓഫ് ഫാറ്റും ലോവറിൽ ലിഗമെന്റം പറ്റലയായിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മുടെ ആർട്ടിക്കുലർ ആയിട്ടുള്ള ലാർജ് പാർട്ട് എടുത്താൽ ഇവരൊരു വെർട്ടിക്കൽ റിഡ്ജ് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ലാറ്ററലും മീഡിയലും. അതായത് ലാറ്ററലായിരിക്കും ഏറ്റവും വലുത്, മീഡിയലായിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ ലാറ്ററലായിട്ടുള്ളത് ലാറ്ററൽ ആർട്ടിക്കുലർ സർഫസും ഇത് മീഡിയൽ ആർട്ടിക്കുലർ സർഫസും. പിന്നെ ഇതിന്റെ ആർട്ടിക്കുലേഷൻ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഈ ഒരു ലാറ്ററൽ ആർട്ടിക്കുലർ ഫേസറ്റ് ഉണ്ടല്ലോ, ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, അത് നീ ജോയിന്റിന്റെ എല്ലാ മൂവ്മെന്റിന്റെ സമയത്ത് ഏത് പൊസിഷന്റെ സമയത്തും ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാ
ഫീമറിന്റെ കോണ്ടൈൽസുമായിട്ടല്ലേ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഫീമറിന്റെ കോണ്ടൈൽസിലുള്ള ആർട്ടിക്കുലർ സർഫസുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ നീജോന്റെ പൊസിഷന്റെ സമയത്തും ഇവരും ഈ ലാറ്ററൽ ആർട്ടിക്കുലർ ഫേസറ്റും ഫീമറിന്റെ അവിടെയുള്ള ലാറ്ററൽ കോണ്ടൈലുള്ള ആർട്ടിക്കുലർ ഫേസറ്റും തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവും, ആർട്ടിക്കുലേഷൻ ഉണ്ടാവും. പക്ഷെ മീഡിയന്റെ കേസിൽ അങ്ങനെയല്ല. അപ്പൊ ലാറ്ററൽ എല്ലാ പൊസിഷന്റെ സമയത്തും ആർട്ടിക്കുലേഷൻ ഉണ്ട്. ലാറ്ററൽ. ദെൻ മീഡിയലി പറയുകയാണെങ്കിൽ മീഡിയലി ഇവർ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റിഡ്ജ് വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ മീഡിയൽ ആയിട്ടുള്ളത് മീഡിയൽ പാർട്ടും സ്മോൾ ആയിട്ടുള്ളൊരു മീഡിയൽ സ്ട്രിപ്പ് എന്ന് പറയും, സ്ട്രൈപ്പ് ഓർ സ്ട്രിപ്പ്. അപ്പൊ മീഡിയൽ ആയിട്ടുള്ളത് മീഡിയൽ പാർട്ടും ഉണ്ട്, സ്മോൾ ആയിട്ടുള്ള പാർട്ടും ഉണ്ട്. ലാറ്ററൽ ആയിട്ടുള്ളത് ലാറ്ററൽ പാർട്ടും. ഇതാണല്ലോ ലാറ്ററൽ സൈഡ്. അപ്പോൾ ലാർജ് ആയിട്ടുള്ള ലാറ്ററൽ പാർട്ടും സ്മോൾ ആയിട്ടുള്ള മിഡിൽ പാർട്ടും. ഈ ലാറ്ററൽ പാർട്ട് തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പർ ഏരിയ, മിഡിൽ ഏരിയ, ലോവർ ഏരിയ. അപ്പോ മീഡിയൽ ആർട്ടിക്കുലാർ സർഫസിന്റെ ഈ മീഡിയൽ പാർട്ടിന്റെ ഈ സ്മോൾ മീഡിയൽ പാർട്ട് ഫുള്ളി ഫ്ലെക്ഷൻ സമയത്ത് ആയിരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്യുക. അതായത് ആരുമായിട്ട്? ഫീമറിന്റെ മീഡിയൽ കോണ്ടയിലുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫുൾ ഫ്ലെക്ഷന്റെ സമയത്ത് മാത്രമായിരിക്കും ഇവരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ഈ 3 പാർട്ട് ഉണ്ടല്ലോ, മീൻസ് 3 ഏരിയ, ഈ ലാറ്ററൽ പാർട്ടിലെ അതിൽ അപ്പറിലും ലോവറിലും ഓർഡിനറി ഫ്ലെക്ഷന്റെ സമയത്തായിരിക്കും കോണ്ടാക്ട് വരുന്നത്. മിഡിൽ ആകുമ്പോഴത്തേക്ക് അവർ സെമി ഫ്ലെക്ഷന്റെ സമയത്തായിരിക്കും കോണ്ടാക്ട് വരുന്നത്. അപ്പോ ലാറ്ററൽ ഈ ഒരു ആർട്ടിക്കുലർ സർഫസ് എപ്പോഴും നമ്മുടെ ഫീമറിന്റെ ആർട്ടിക്കുലർ സർഫസുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവും, മീൻസ് അറ്റാച്ച്മെന്റ് ഉണ്ട്. ബട്ട് ഇവര് ഓരോ സമയത്ത് മാത്രമായിരിക്കും, ഫുള്ളി ഉണ്ടാവത്തില്ല. ഫ്ലെക്ഷന്റെ സമയത്തും സെമി ഫ്ലെക്ഷനും ഓർഡിനറി ഫ്ലെക്ഷൻ, ഫുൾ ഫ്ലെക്ഷൻ, ആ ഒരു സമയത്ത് ഓരോ പാർട്ടുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ആന്റീരിയർ സർഫസ് ഉണ്ടല്ലോ, സബ്ക്യൂട്ടനസ് ആയിരിക്കും. അതായത് സ്കിന്നിന് തൊട്ട് താഴെയായിട്ടായിരിക്കും ഇത് കാണുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും, സ്കിന്നിന്റെ മുകളിൽ കൂടെ പാൽപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇത് സ്കിന്നിന്റെയും ഈ പറ്റല്ലയുടെ ആന്റീരിയർ സർഫസിന്റെ ഇടയിലായിട്ട് പ്രീ പറ്റല്ലാർ ബെർച്ച നമുക്ക് കാണാൻ പറ്റും. അതായത് സ്കിന്നിന്റെയും ഈ ബോണിന്റെ ഇടയിലായിട്ട് പ്രീ പറ്റല്ലാർ ബെർച്ചയും കാണാൻ പറ്റും. നെക്സ്റ്റ് ബോർഡേഴ്സ് ആണ്. 2 ബോർഡറാണ്, ലാറ്ററൽ ബോർഡറും ഉണ്ട്, മിഡിൽ ബോർഡറും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ലാറ്ററൽ ബോർഡർ നോക്കുകയാണെങ്കിൽ ഇതാണല്ലോ ലാറ്ററൽ ബോർഡർ. ഇതിന്റെ അപ്പർ 1/3 നമ്മുടെ വാസിസ് ലാറ്ററാലിസ് വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ലോവർ 2/3 പാർട്ട് ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് ലാറ്ററൽ പറ്റല്ലാർ റെറ്റിനാക്കുലം വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കോർഡീസസ് ഫിമോറിസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ഫൈബ്രസ് എക്സ്പാൻഷൻ, കോർഡീസസ് ഫിമോറിസ് എന്ന് പറഞ്ഞ മസിലിന്റെ അവിടെ നിന്നൊരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ പറഞ്ഞ പേരാണ് പറ്റല്ലാർ റെറ്റിനാക്കുലം. അത് ലാറ്ററൽ ആകുമ്പോൾ ലാറ്ററൽ പറ്റല്ലാറും മീഡിയൽ ആകുമ്പോൾ മീഡിയൽ പറ്റല്ലാർ റെറ്റിനാക്കുലം അല്ലേ. അപ്പോൾ ഈ ലാറ്ററൽ ബോർഡറിന്റെ ലോവർ 2/3 ലാറ്ററൽ പറ്റല്ലാർ റെറ്റിനാക്കുലം, അപ്പർ 1/3 വാസ്റ്റസ് ലാറ്ററാലിസ്. അതേപോലെ തന്നെ മീഡിയൽ എടുക്കുകയാണെങ്കിൽ ഇതാണല്ലോ മീഡിയൽ ബോർഡർ. ആ മീഡിയൽ ബോർഡറിന്റെ അപ്പർ 2/3, അവിടെ അപ്പർ 1/3 ആയിരുന്നു, പക്ഷെ ഇവിടെ അപ്പർ 2/3. ആ അപ്പർ 2/3 വാസ്റ്റസ് മീഡിയാലിസ് വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോവർ 1/3 മീഡിയൽ പറ്റല്ലാർ റെറ്റിനാക്കുലം വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫൈബ്രസ് ബാൻഡ്, ഒരു ഫൈബ്രസ് എക്സ്പാൻഷൻ ഫ്രം ദ ക്വാഡ്രീസസ് ഫിമോറിസ് മസിൽ. ഓൺ ഓസിഫിക്കേഷൻ ഓഫ് ദ പറ്റല്ലയാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ പറ്റല്ല സെവറൽ സെന്റേഴ്സ് നിന്നായിരിക്കും ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ഒരു ഒറ്റ സിംഗിൾ സെന്റർ ആയിട്ട് യുണൈറ്റ് ചെയ്യുന്നതാണ്. ഏകദേശം 3 to 6 ഇയേഴ്സിലായിരിക്കും ആ ഒരു പറ്റല്ലയുടെ ഓസിഫിക്കേഷൻ സെന്റേഴ്സ് ഫോം ചെയ്യുന്നത്. ദെൻ ഒരു പ്യൂബർട്ടി ആകുമ്പോഴത്തേക്ക് ഈ ഓസിഫിക്കേഷൻ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. നെക്സ്റ്റ് ക്ലിനിക്കൽ അനാട്ടമിയാണ്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്ലൊക്കേഷൻ ഓഫ് ദ പറ്റല്ല. ഈ പറ്റല മെയിനായിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് ലാറ്ററലാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ക്വാഡ്രീസസ് ഫിമോറിസിന്റെ പുള്ളാണ്. അതായത് ക്വാഡ്രീസസ് ഫിമോറിസിന്റെ മസിലിന്റെ ഉള്ളിലാണല്ലോ, മസിലിന്റെ ടെൻഡന്റെ ഉള്ളിലാണല്ലോ ഈ പറ്റല ഇരിക്കുന്നത്. അപ്പോൾ ആ മസിലിന്റെ ലാറ്ററലിലുള്ള ഒരു പുള്ള് കാരണമാണ് ഈ ഒരു പറ്റല ലാറ്ററിലേക്ക് കോമൺ ആയിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഈ എന്താ പറയാ, ഈ ഒരു ലാറ്ററൽ കോണ്ടൈൽ ഉണ്ടല്ലോ, ഫീമറിന്റെ ലാറ്ററൽ കോണ്ടൈലിന്റെ ഫോർവേഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻസ്, ദെൻ അതേപോലെ തന്നെ മീഡിയൽ പറ്റല്ലാർ റെറ്റിനാക്കുലത്തിന്റെ ഒരു പുള്ളുണ്ട്,
അതേപോലെ വാസ്റ്റസ് മീഡിയാലിസിൻ്റെ മോർ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൻസേർഷൻ ആണ് നെക്സ്റ്റ്. അതായത് വാസ്റ്റസ് ലാറ്ററാലിസിനെ വെച്ച് നോക്കുമ്പോൾ വാസ്റ്റസ് മീഡിയാലിസിൽ മോർ പ്രൊലോങ്ഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വാസ്റ്റസ് ലാറ്ററാലിസിനെ വെച്ച് നോക്കുമ്പോൾ വാസ്റ്റസ് മീഡിയാലിസിൻ്റെ ഇൻസേർഷൻ കുറച്ചുകൂടെ മോർ പ്രൊലോങ്ഡ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫ്രാക്ചർ ഓഫ് ദ പറ്റല്ലയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രിസെപ്സിൻ്റെ കോൺട്രാക്ഷൻ കാരണം പറ്റല്ല മേ ബി ഫ്രാക്ചർ ആവാം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഹിറ്റ് ഓർ ഡയറക്റ്റ് ബ്ലോ, എന്തെങ്കിലും ഡയറക്റ്റായിട്ട് ഒരു അടി ഏൽക്കുമ്പോൾ അത് നേരെ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ആവുന്നതാണ് ഫ്രാക്ചർ. താങ്ക് യു.